പെൻഷൻ എന്ന് കേൾക്കുമ്പോൾ, പ്രതിഷേധമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരാളുണ്ടല്ലേ, ഇടുക്കിയിലെ മറിയച്ചേടത്തി. പിച്ചച്ചട്ടി സമരം നടത്തിയ മറിയക്കുട്ടിക്ക് സാധാരണക്കാരുടെ അവകാശത്തിൽ കൈയിട്ട് വാരുന്ന പെൻഷൻ കൊള്ളക്കാരെ പറ്റി എന്ത് പറയാനുണ്ട്? മറിയക്കുട്ടിയോട് സംസാരിക്കുന്നു സന്ദീപ് രാജാക്കാട്. നമ്മളിപ്പോൾ ഉള്ളത് അടിമാലിയിലെ മറിയക്കുട്ടി ചേർത്തിയുടെ വീട്ടിലാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ വന്നിട്ടില്ല. നമ്മൾ ഏറ്റവും അവസാനം ഈ വീട് പണിത് കഴിഞ്ഞപ്പോഴാണ് KPCC പ്രസിഡന്റൊക്കെ വന്നപ്പോഴാണ് വന്നത്. അമ്മച്ചി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. എങ്ങനെയുണ്ട് പുതിയ വീട്ടിലെ താമസമൊക്കെ? സുഖമാണ്. അമ്മച്ചി, ഇപ്പൊ ഈ പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥന്മാര് അർഹതയില്ലാത്ത ആളുകൾ പെൻഷൻ മേടിക്കുന്നു എന്നാ പറയുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലോ കുഴപ്പമല്ല, അത് ഇവിടുത്തെ പഞ്ചായത്ത് ഗ്രാമസഭ അവരാണ് നേതാക്കന്മാർ, അവരാണ് ഇത് ഒപ്പിച്ച് കൊടുത്തേക്കണം. അപ്പോൾ അവരെ പിടിച്ചിട്ട് വേണം ഉദ്യോഗസ്ഥന്മാരോട് ചോദ്യം ചെയ്യാൻ. അതാണ് എൻ്റെ തീരുമാനം. ഇപ്പോൾ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? എനിക്ക് ഇനിയിപ്പോൾ 5 മാസമായി കിട്ടിയിട്ട്. എനിക്കൊന്നല്ല, ആർക്കും കിട്ടിയിട്ടില്ല. 5 മാസം. അവർ പറയണം 4. അവരും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഈ മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നടപടിയൊക്കെ വേണ്ടേ? അത് വേണം. അവരെ പരസ്യം മേടിക്കണം, മോനും മേടിക്കണം. അതിന് തന്നെയല്ല അവരെ ശിക്ഷ കൊടുക്കണം. അവർക്ക് ഒരു 5 കൊല്ലെങ്കിലും ശിക്ഷ കൊടുക്കണം. അതിന് തന്നെയല്ല അവരിത് ഈ പിച്ചച്ചട്ടി കഴിയിട്ടതിന് ഇവർക്ക് ഇതേ പൂരപ്പറമ്പിൽ പോയി ചട്ടിയായിട്ടിരിക്കുമ്പോഴാണ്. ഇതിൽ എത്ര ഡീസൻ്റ് ഉണ്ടാകും. എന്തോ ഇവർ തന്നെയല്ല, ഇവിടെ കോടികൾ നീക്കിയിരിപ്പുള്ളവർ ഈ പൈസ മേടിക്കാണ്ട്. ഇതിലൊന്നും നിൽക്കാല. ഇതിപ്പോൾ 1585 അല്ലേ? ഈ 85 നിൽക്കാല. കോടികൾ നീക്കിയിരിപ്പുണ്ട്, ടംബോല മേടിക്കാണ്ട്. അത് നേരപ്പാക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു ബുദ്ധിമുട്ടുള്ള പാവങ്ങൾക്ക് കാശ് കിട്ടും. ഒരു സമരത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ചോദിക്കണേ, ഒരു മെമ്പറിനെ നമ്മൾ ജയിപ്പിച്ച് വിടുക. ആ ജയിപ്പിച്ച് വിട്ട് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആന കരിമ്പുകാരിൽ ഇറങ്ങുമ്പോഴാണ് പിന്നെ മെമ്പർമാർ ചെയ്യണത്. ഈ മെമ്പർമാരൊക്കെയാണ് ഈ കളി കളിച്ചേക്കുന്നത്. എന്തായിരുന്നാലും അത്തരത്തിലാണ് ഈ പെൻഷൻ വിഷയത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാകണം, അവർക്കെതിരെ ശിക്ഷ കിട്ടണം എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മറിയക്കുട്ടി അമ്മച്ചി രൂക്ഷമായി ഈ കാര്യത്തിൽ വിമർശിക്കുന്നുണ്ട്. അതാണ് തന്റെ നിലപാടെന്ന് പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമഠത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.